അന്നേരം പിന്നെ ഇതുപോലെ വെള്ളം കുത്തി അങ്ങനെ കുടിച്ച് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അനുഭവങ്ങളാണ്. ഭയങ്കര സന്തോഷമാണ് അന്നേരം ഈ വെള്ളം കിട്ടിയപ്പോൾ. ഈ വെള്ളം പോലും നല്ലത് തരില്ല എന്ന് പറയുന്നു. അത് അവിടെ വെള്ളത്തിനുള്ള അവസ്ഥ ഇല്ലായിരുന്നു. അവിടെ വെള്ളം ഉപ്പുവെള്ളം ഇതിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളമാണ്. അതാണ് അത് കുടിക്കുന്നത്. അപ്പോൾ അതിനുള്ള ആയിട്ട് കൊണ്ടുവരുന്ന വെള്ളമാണ്. പിന്നെ കുടിക്കാൻ കുറച്ച് വെള്ളം 2-3 ദിവസം ഇരിക്കുമ്പോൾ പുള്ളി കൊണ്ട് കൊടുക്കുന്നതാണ്. അത് ഈ ചൂടത്തൊക്കെ എത്ര ഒരു ടാങ്ക് വെള്ളം കുടിച്ചാലും മതിയാകാത്ത വെയിലാണ്. കുളിക്കാനൊന്നും അവസ്ഥയുണ്ടായിട്ടില്ല. കുളിക്കാൻ അവസ്ഥ ഞാൻ 2-3 പ്രാവശ്യം കട്ട് കുളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം മഴ പെയ്ത് അങ്ങനെ നല്ല കുളികൾ കുളിച്ച് അങ്ങനെയൊക്കെയുള്ള കുളിയെ കുളിച്ചിട്ടുണ്ട്. നമ്മളെ ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ ചൂട് കാലമാണ്. ഇവിടുത്തെ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ വയ്യ എന്ന് നമ്മളിങ്ങനെ പരവേശം എടുത്ത് നടക്കുകയാണ്. അപ്പൊ ഈ ചൂട് ഇപ്പം ഒരു ചൂടായിട്ട് തോന്നുന്നുണ്ടോ? ഇതൊരു ചൂടൊന്നും അല്ല, ഇതൊന്നും ചൂടേ അല്ല. കാരണം ഞാനിപ്പോൾ ഈ ആടിനെ കൊണ്ട് മരുഭൂമി കൂടെ ഇങ്ങനെ ഒന്നും കഴിക്കാനൊന്നും ഇല്ല. അതിന് പക്ഷേ പച്ചപ്പൊന്നും ഇല്ല അവിടെ, വെറും മണ്ണ് മാത്രമാണ്. അപ്പോൾ അതിനെ നടത്തിക്കാനായിട്ട് ഒരു 10-200 എണ്ണത്തിനെയും കൊണ്ട് ഇങ്ങനെ പോയി കുറച്ച് ഒരു 1-2 മണിക്കൂറോളം ഇങ്ങനെ റൗണ്ട് അടിക്കും. റൗണ്ട് അടിക്കാൻ എൻ്റെ കാലും കൈയൊക്കെ ആടാൻ വേണ്ടി കൂട്ടിനകത്ത് തന്നെ ഇട്ടേക്കുമല്ലേ, അതിനുവേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇച്ചിരി ദൂരോട്ടൊക്കെ പോവാണെങ്കിൽ ഇവൻ ജീപ്പ് എടുത്തോണ്ട് വരും, നോക്കാൻ വരും. അപ്പോൾ അത് ഇന്ന പരിവരെ പോകാനുള്ള ഇതുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പോയാൽ ഭയങ്കര ഇതാണ്, അവൻ്റെ തൂക്കമൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പേടിച്ചങ്ങോട്ടും പോകത്തില്ല. ഒരു ദിവസം ഞാനിതുപോലെ ചാടാനായപ്പോൾ പിടിച്ചപ്പോൾ ഇങ്ങനെ അതിൻ്റെ സൗണ്ട് കേട്ടവൻ ഈ രാത്രി, അങ്ങനെ അവൻ ഓടി വന്ന് ഒന്ന് അടിക്കുകയൊക്കെ ചെയ്തന്നെ. അയാളിങ്ങനെ വെറുതെ ഉപദ്രവിക്കുന്ന മനുഷ്യനാണോ? നമ്മളന്ന് ഇങ്ങനെ ചാടി പോകുന്നതിന്റെ ഇതിന് ആ ദേഷ്യം വന്ന് ഞാൻ അടിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ നമ്മൾ പറയുന്ന ജോലി ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ആദ്യമൊന്നും എനിക്ക് വലുതായിട്ട് ഭാഷകളൊന്നും അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടും അങ്ങനെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇത് എന്ത് ജോലികളൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലായപ്പോഴും പിന്നെ നമ്മളെ കറക്റ്റായിട്ട് അതൊക്കെ ചെയ്യുമായിരുന്നു. കൂടെ ഒരാളും കൂടെ വന്നു ചേർന്നല്ലോ, ഈ ഹക്കീം എന്ന് പറയുന്ന വ്യക്തി. ഈ ഹക്കീം എന്ന് പറയുന്നത് ശരിക്കും കൊടുത്തിരിക്കുന്ന സംഭവമാണ്, അല്ലാതെ റിയൽ ആയിട്ടൊരു ഹക്കീം ഇല്ലായിരുന്നു. പുള്ളിയെടുത്ത് ചോദിച്ചാൽ അറിയാം. എനിക്കൊന്ന് കഥയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പം നമ്മളിപ്പം സിനിമ കണ്ട് കുറെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് വിവാദങ്ങൾ വന്നത്. എന്ത് തോന്നുന്നു അതിനെ പറ്റിയിട്ട്? അതിനെപ്പറ്റി വിവാദങ്ങൾ വരുത്തുന്നത് അവർക്കൊരു നല്ലതുപോലെ തോന്നായിരിക്കും, അതുകൊണ്ടായിരിക്കും. നമുക്ക് അതിനെപ്പറ്റി ഒന്നുമില്ല. കാരണം ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് പുള്ളി എഴുതി. അപ്പോൾ ഈ വിവാദം ഉണ്ടാക്കാൻ വരുന്നവർ എന്തെങ്കിലും പ്രയോജനത്തിന് വേണ്ടിയായിരിക്കും, അല്ലാതെ നമ്മളെന്ത് പറയാനാണ്. നമുക്ക് കുറച്ച് പണം വേണം അങ്ങനെ വേണമെന്നൊന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല അടുത്തും. നമുക്ക് ഞാൻ ഓർക്കുന്നത് ഇങ്ങനെ വിവാദം വരുന്നതിനനുസരിച്ചായിരുന്നു ആ പഴയ ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ നമ്മൾ പഴയ ജീവിതം ജീവിച്ചു പോകാൻ. അങ്ങനെ തോന്നിയോ? അതെ അതെ, അങ്ങനെ തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും. പിന്നെ എന്തെല്ലാം വിവാദങ്ങളാണ് ഞങ്ങൾക്ക് കേൾക്കുന്നത്. ഇനി നല്ല ഇങ്ങനെ അങ്ങ് ജീവിച്ചു ഞങ്ങൾക്കൊന്നും, ഞങ്ങൾ ആരുടെയും പണത്തിനോ പ്രതാപത്തിനോ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കും. ഞങ്ങൾക്കൊരു സ്വസ്ഥത. ഇതേപോലുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ ചോദിക്കുന്നു, അവിടുത്തെ പുള്ളികൾ ചോദിക്കുന്നു നിങ്ങളെന്താ ഒന്നും കൊടുക്കാൻ എന്താ, അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമെന്താ? അവർക്കെന്ത്? നമ്മളല്ലേ അനുഭവിച്ചത്, നമുക്ക് പിന്നെ അവരൊന്നും തരാതിരിക്കും, നമ്മൾ തരും. പണത്തിനോട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അവര് നമ്മുടെ ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അവരെന്തായാലും നമുക്ക് നല്ല ഇത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാരും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ 2-3 ദിവസത്തിനുള്ളിലൊക്കെ അവര് നല്ല രീതിയിൽ നമുക്കെല്ലാം സഹായിക്കും. ഇത് കമന്റുകളാണ്, സാധാരണ മനുഷ്യരാണ്. കമന്റാണെങ്കിൽ നമുക്കൊരു വിഷമമല്ലേ അതൊക്കെ. കാരണം നമ്മളെ ഒരുപാട് ഒരു ലക്ഷക്കണക്കിനല്ല, ഇപ്പൊ കോടിക്കണക്കിന് ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് 1-2 പേരൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കമന്റ് കൂടെ വരുമ്പോൾ ഈ ഒരു എന്താ പറയാ സ്നേഹത്തിന്റെ പേരിലാണ്, അതായത് നിങ്ങളുടെ കഥ സിനിമയിലെത്തുന്നു, അപ്പം സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് കാശ് കിട്ടുന്നു, അപ്പൊ നിങ്ങൾക്ക് അതനുസരിച്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു മനുഷ്യ സഹജമായ സ്നേഹം കൊണ്ടാണ് സംഭവിക്കുന്നത്. പക്ഷെ അത് മറ്റുള്ളവരെ കുറച്ച് പേരെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോ അവർക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അവരെ വിഷമിപ്പിക്കരുത്. അവർക്കൊരു ബുദ്ധിമുട്ട് വരും. അവർ ഇത്ര എന്തും വേണ്ടി പടങ്ങളും മറ്റേതൊക്കെ അവരെടുത്തിട്ടുള്ളത്. ഒരു പടം കൊണ്ട് അവരെന്താ ഏതാണ്ട് തരാതെ അങ്ങനെ നിൽക്കും, അതൊന്നും ശരിയല്ല. നമ്മളോട് പടത്തിനോടെന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. ഈ വിവാദങ്ങൾ വന്നപ്പോൾ മാത്രമാണോ തോന്നിയത് എന്റെ ജീവിത കഥ ആരോടും പറയേണ്ടിയിരുന്നില്ല എന്ന്? അതോ അതിന് മുന്നേ പുസ്തകം വന്ന സമയത്തൊന്നും തോന്നിയിട്ടില്ല? അപ്പൊ ഇതല്ല വായിച്ചവർക്ക് എല്ലാവർക്കും നമ്മുടെ സ്നേഹം. ഇപ്പൊ ഈ പടം കണ്ടവര് വിളിച്ചവരുടെ നമ്മൾക്ക് മിനിറ്റ് ഫോൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്.
നിങ്ങളെ ഫോൺ വന്നാൽ ഇത് തന്നെ ഇതാ. കാരണം എടുക്കുന്ന വേറെ എൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുടെ കോളൊക്കെ വരുന്നതെന്ന് നമുക്ക് അറിയുന്നില്ല. സിനിമയിൽ കണ്ടു കഴിഞ്ഞപ്പം ഇത് എൻ്റെ ജീവിതം തന്നെയാണ് അതോ എൻ്റെ ജീവിതത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ എന്നൊരു തോന്നൽ വന്നിരുന്നു? അല്ല, ഞാൻ എൻ്റെ ജീവിതം തന്നെയാണെന്ന് എനിക്ക് തോന്നിയത്. ആണോ? അതെ, കറക്റ്റ് ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള. എന്നാലും ഞാൻ അവിടെ കാണിച്ച് ആ അനുഭവിക്കുന്ന കാര്യങ്ങളല്ലേ അതി വരുന്നേക്കും. എന്താ പറയാ, പൃഥ്വിരാജിനെ പോലെ വളരെ നല്ലൊരു മികച്ച നടനാണ് താങ്കളുടെ വേഷം ചെയ്തിരിക്കുന്നത്. ഇപ്പം സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ട്രെയിലർ വന്ന സമയത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നെ ശരിക്കും ഇക്കാടെ ചായ ഉണ്ട് എന്നുള്ളതാണ് അല്ലെ? കുറെ പേര് പറഞ്ഞില്ലേ? തോന്നിയായിരുന്നു? ഇതൊക്കെ തോന്നിയായിരുന്നു അത് കാണുമ്പോൾ അറിയാമല്ലോ. ഇപ്പൊ തന്നെ നമ്മള് ഞാനും പുള്ളിയും കൂടെ 10-20 മിനിറ്റ് ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. അതിപ്പോ ഇപ്പഴ 2 ദിവസത്തേക്കാകും. അതെ അതെ അതെ, അത് 22 ചെയ്ത സംഭാഷണമാണ്. ആണോ? അതെ, ഇപ്പഴാ അത് വിട്ടത്. അന്നാണോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്? ആദ്യമായിട്ട് കാണുമ്പോഴുള്ള സംഭാഷണം. ലാസ്റ്റ് ഷൂട്ടിങ്ങിലാണ്. അവരുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഞാനും വിളസി സാറും ബെന്യാമി സാറും എല്ലാം അവിടെ ചെന്ന്, ഞങ്ങൾ രണ്ടോടെ മാത്രം ഒറ്റയ്ക്കാണ്. വേറെ അവിടെ ഷൂട്ടിങ് അവരൊക്കെ അപ്പുറത്ത് മറ്റുള്ളത്. എന്നിട്ട് കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചെഴുതിയാണ്. അതാ പിന്നെ 2 ദിവസത്തേക്ക് മുമ്പ് വന്നത്. വളരെ സന്തോഷം തോന്നി കേട്ടോ. കണ്ടവർക്ക് ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങൾ തമ്മിലുള്ള ആ സംഭാഷണം. ഞാനത് അന്നേരം ആലോചിച്ചത് നമ്മള് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോ 2 ദിവസം മുമ്പ് അത് വന്നു. കറക്റ്റ് സമയത്ത് പുറത്തു വിടാൻ വേണ്ടി വെച്ചോണ്ടിരുന്നായിരുന്നു തോന്നുന്നത്. സിനിമ റിലീസ് ചെയ്ത ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോ ആണല്ലോ ആ കണക്ഷൻ വരുന്നത്. എല്ലാവർക്കും മനസ്സിലായി. കാരണം അത് പിടിച്ചു വെച്ചിരുന്നായിരുന്നു അത് പറയാനുള്ളത്. ഇപ്പൊ ഒരു 1000 എന്താ 10,000 അല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ സംഭാഷണം എന്നെടുത്തായിരുന്നു പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്. വിളിക്കുന്നതിനൊക്കെ ചോദിച്ചാൽ എന്നെടുത്ത സംഭാഷണമായിരുന്നു, പൃഥ്വിരാജായിട്ട് എന്നാ കണ്ടുമുട്ടിയത് സംഭാഷണം എടുത്തത്. ഞാൻ പറഞ്ഞ 2022 എടുത്ത സംഭാഷണമാണ്. ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അപ്പം എൻ്റെ അടുത്ത് ഇതുപോലെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ പുള്ളി അഭിനയിച്ചേക്കുന്ന കാര്യത്തെ കുറിച്ചാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കഥകളും മറ്റേ അനുഭവം കഥകളും ബ്രസി സാറിൻ്റെ അടുത്തും ബെന്യാമി സാർ ഞങ്ങൾ 3 പേരും ഒരുപാട് ഒത്തിരി ദിവസങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതുപോലെ ആയിരിക്കും അതൊക്കെ പറഞ്ഞു കൊടുത്തായിരിക്കുമല്ലോ ഇതിനകത്ത് അഭിനയിപ്പിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പുള്ളി പൃഥ്വിരാജ് സാർ അഭിനയിച്ച കാര്യത്തെ കുറിച്ച് മാത്രമേ എൻ്റെ അടുത്ത് ചോദിച്ചുള്ളൂ. അതിനുള്ള മറുപടിയെല്ലാം ഞാൻ പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടെ കാണാൻ ദീപയെന്ന് പറഞ്ഞ് വിരിഞ്ഞു പോയതാണ്. അതുപോലെ ഇനിയിപ്പോ ഒരുപാട് സ്ഥലത്ത് വെച്ച് കണ്ടപ്പോഴൊക്കെ വളരെ സന്തോഷം. അപ്പൊ അന്നത്തെ ഇതിന് കണ്ടായിരുന്നു ലോഞ്ചിങ്ങിന് കണ്ടു. എന്നെ കെട്ടിപ്പിടിച്ചോണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ നല്ല സ്നേഹവും നല്ല ഇതുമാണ് എല്ലാവരും. ആ ലോഞ്ച് ഇവന്റ് ഒക്കെ പങ്കെടുത്ത സമയത്ത് എന്തായിരുന്നു മനസ്സിലെ ഫീലിംഗ്? കാരണം ലാലേട്ടനും AR റഹ്മാനും എല്ലാവരും ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ. നല്ല വളരെ സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ പിന്നെ ഈ ഇതിന്റെ ചില രംഗങ്ങൾ എൻ്റെ സേനു എന്ന് പറഞ്ഞൊക്കെ വരുന്ന രംഗങ്ങൾ കണ്ടില്ലേ ആ സിനിമയിൽ? അപ്പൊ ഞാനന്ന് അവിടെ കിടന്നുകൊണ്ട് എൻ്റെ സഭ്യത്തെ എന്ന് പറഞ്ഞ് വിളിക്കുന്ന രംഗങ്ങള് ഇങ്ങനെ സ്വപ്നം കാണുന്നത് അത് അതിനകത്തൂടെ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയി. കാരണം സത്യത്തിൽ ഞാൻ കരഞ്ഞു പോയി. പിന്നെ എനിക്കാണെങ്കിൽ ആ ഇന്നത്തെ ഇടി പോലായിപ്പോയി. കാരണം ഈ അതേപോലെ തന്നെയാണ് ഇതിനകത്ത് ആദ്യത്തെ രംഗം കാണിക്കുന്നതൊക്കെ. ആ രംഗങ്ങളൊക്കെ കാണിച്ചു. ഇപ്പോൾ പടം കാണാൻ പറ്റുന്ന ആവേശത്തോടെ കാത്തിരുന്നപ്പോഴാണ് ഇങ്ങനെ നമ്മളെ വീട്ടിൽ ചെറിയ സംഭവമൊക്കെ നടന്നത്. അതുകൊണ്ട് എല്ലാവർക്കും പോകാനൊന്നും പറ്റിയില്ല. നിങ്ങൾ തമ്മിലുള്ള റൊമാൻറ്റിക് സീനൊക്കെ വന്നപ്പോ നാണം തോന്നിയോ? ചമ്മലൊക്കെ ഉണ്ടായോ? ഞാൻ കണ്ടില്ലല്ലോ. എന്നാലും എന്റെ വീഡിയോസ് ഒക്കെ കണ്ടില്ലേ മൊബൈലിലൊക്കെ പാട്ടൊക്കെ വന്നപ്പോ? ചമ്മലൊക്കെ ഉണ്ടോ? എന്തെങ്കിലും പറഞ്ഞോ ഇത്ത ഒന്നും പറഞ്ഞിട്ടില്ല. ഇത്തക്കൊക്കെ സന്തോഷമാണ്, കാണാൻ കാത്തിരിക്കുവാണ്. ഉപ്പയുടെ ലൈഫിൽ അനുഭവിച്ച ഈ ഒരു അനുഭവം അതിനെ പറ്റിയിട്ടുള്ളത് മനസ്സിലാക്കിയത് ഏത് പ്രായത്തിലാണ്? ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴാണല്ലോ സംഭവം നടന്നത്. ഞാൻ നോവൽ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഇത് അറിയുന്നത്. നോവൽ വായിച്ചപ്പോഴാണ് സംഭവങ്ങളൊക്കെ. ആണല്ലേ? മക്കളടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല സംഭവം. അപ്പൊ തോന്നിയിരുന്നോ എന്താ പറയാ ഒരു മനുഷ്യന്റെ ലൈഫില് സംഭവിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും മോശമായ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അവനാദ്യം പിന്നെ വേറെ ഞാൻ നിന്നപ്പോഴും അവൻ പറയും നമുക്ക് ഇനി ഇവിടെ നിന്നാ മതി, എന്തിനാ പോകുന്നത് ചോദിച്ചിട്ടുണ്ട്. അവിടുന്ന് ഇത്രയും ഇതിലും വലിയ മോശമായിട്ട് സംഭവിക്കാൻ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് തിരിച്ചങ്ങോട്ട് പോവാനുണ്ടായ ഒരു കാരണവും അതിന് കിട്ടിയ ധൈര്യം എങ്ങനെയാണ്? അത് ഒരുപാട് വീഡിയോയിലൊക്കെ ഇതിനകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ അതിനുള്ള ധൈര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ, പോകാനുള്ള ധൈര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ, ഞാൻ ആ പോകുമ്പോൾ 5 സെന്റ് സ്ഥലമുള്ളത് വിറ്റിട്ടാണ് ആദ്യമായിട്ട് ഞാൻ പോകുന്നത്. അപ്പോൾ പോയിട്ട് ഒരു റിയാൽ പോലും എനിക്ക് അവിടെ നിന്ന് കിട്ടാതെ ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ മോന് നേരം 2 വയസ്സ് കഴിഞ്ഞു. മോന് ജ്യേഷ്ഠൻ്റെ കൂടെ അപ്പുറം താമസിക്കുന്നുണ്ട്, അവരോട് ഒന്നിച്ച് താമസിക്കുന്നു.
പിന്നെ ഇവിടെ 5 വർഷം നിന്നപ്പോൾ ഒരു കുട്ടിയും കൂടെ ആയി, ഇപ്പോൾ 2 പിന്നെ നമുക്ക് എവിടെയെങ്കിലും 5 സെൻറ്റ് സ്ഥലം ഒരു വീടൊക്കെ വെച്ചിട്ട് മാറണ്ടല്ലോ, ഇത് നമ്മുടേതായിട്ടൊരു കുടുംബം വേണ്ട. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലെ എൻ്റെ ഭാര്യയുടെ ആങ്ങള ബഹ്റൈനിലുണ്ട്. അപ്പോൾ അളിയനെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു, അളിയാ ഇതിന് നിന്നാലെങ്ങനെ, അപ്പോൾ ജോലി ചെയ്താൽ എന്തായാലും നമ്മൾ അന്നന്ന് കഴിഞ്ഞു പോത്തല്ലേ ഉള്ളൂ, എൻ്റെ എവിടെയെങ്കിലും 5 സെൻറ്റ് സ്ഥലം വീടൊക്കെ വാങ്ങിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഫ്രീ വിസ എടുക്കുന്നുണ്ട്, എടുത്തു തരാം, അതിന് കയറി വരാൻ പറഞ്ഞു. അന്നേരം എൻ്റെ ഭാര്യ പറഞ്ഞു വേണ്ട, ഇനി നമുക്കുള്ളത് കൊണ്ടൊക്കെ ജീവിച്ചാൽ മതി, പോകണ്ട എന്നൊക്കെ പറഞ്ഞാണ്. അന്നേരം എനിക്ക് പോകണ്ട എന്നുള്ള ഇതില്ല, കാരണം അന്നേരം പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇതല്ലേ, ഇപ്പം നമ്മൾ കൂലിപ്പണി ചെയ്താൽ കിട്ടിയ അന്നത്തൊക്കെ ചിലവിനുള്ള കാശ് അതങ്ങ് കാര്യങ്ങളൊക്കെ നടന്നു പോകും, അത് നമുക്ക് പിന്നെ മിച്ചം വരത്തില്ല. അപ്പം അതുകൊണ്ട് എന്തായാലും ഇപ്പം എൻ്റെ അളിയൻ്റെ അടുത്തേക്കല്ലേ ഇനി പോകാൻ പോകുന്നത്, അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഇത് മരത്തില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പോയത്. അങ്ങനെ പോയി അവിടെ ചെന്നിറങ്ങി അളിയൻ്റെ റൂമിൽ 2-3 ദിവസം താമസിച്ച്, അളിയൻ്റെ ഒരു കൂട്ടുകാരനാണ് സുനിൽ. വഴിയാണ് ഈ കഥ പുറത്തോട്ട് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, എനിക്കൊരു ജോലിക്ക് വേണ്ടി ഞാൻ പുള്ളിയുടെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു ജോലിയുണ്ട്, അന്നേരം പുള്ളി പറയുന്നത് ഞാൻ ആ ജോലി ചെയ്യത്തില്ല. അന്നേരമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തവരുള്ള ജോലി ലോകത്താരും ചെയ്ത് കാണത്തില്ല, അതുകൊണ്ട് അന്നേരം പുള്ളി പറഞ്ഞത് എന്ത് ജോലിയാണെന്ന് ചോദിച്ചപ്പോഴാണ് ഈ കഥ പറയാൻ തുടങ്ങി. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ആപ്പാട് വല്ലാതെ ഇതായിപ്പോയി. അങ്ങനെ പെട്ടെന്ന് കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ ശരിയാക്കി തരാം. 2-3 ദിവസത്തിനകം US നേവിക്കകത്ത്, അമേരിക്കൻ നേവിയാണ്, അതിനകത്ത് പാസ്സൊക്കെ റെഡിയാക്കി തന്ന് എനിക്ക് പറ്റിയ ഒരു പണി, ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ പണി എനിക്ക് സ്വർഗം കിട്ടിയ പോലൊരു പണിയായിരുന്നു. ആ പണി ഞാൻ 20 വർഷം ചെയ്തു. 20 വർഷം ചെയ്തിട്ടാണ് ആ മരുന്ന സമയം വരെയും ചെയ്ത് ആ ഒറ്റപ്പണി തന്നെ ചെയ്തിട്ടുള്ളത്. പണിയെന്ന് പറഞ്ഞാൽ ആക്രി മടക്കുന്ന പണിയാണ്. റോഡിൽ അവിടെ നടന്നത് US നേവിക്ക് അകത്ത്, അല്ല പുറത്തൊന്നും അല്ല, അവരുടെ ക്യാമ്പിൽ തന്നെ ബിന്നുകളൊക്കെ വെച്ചപ്പോൾ ഉണ്ട്. അതിനകത്തുനിന്ന് അലൂമിനിയം പ്ലാസ്റ്റിക് ഒക്കെ സെപ്പറേറ്റ് ക്ലീൻ, എല്ലാത്തിനും ഓരോ ബിന്നുകളാണ് വെച്ചേക്കുന്നത്. കച്ചറ ഇടുന്ന ബിന്ന് വേറെ, പ്ലാസ്റ്റിക് ഇടുന്നത് വേറെ, അലൂമിനിയം ഇടുന്നത് വേറെ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അലൂമിനിയം പ്ലാസ്റ്റിക്കും മാത്രം എടുത്ത് വേർതിരിച്ചിട്ട് വേറെ കവറിനകത്ത് കെട്ടി എന്നിട്ട് വേറെ കവറിട്ട് കൊടുക്കൽ, ഇതൊക്കെ ആയിരുന്നു പരിപാടി. എൻ്റെ ഇഷ്ടത്തിനുള്ള പരിപാടി, ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊന്നും ഇല്ല, ആരും ചോദിക്കാനൊന്നുമില്ല, നീ അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലോ ഒന്നും ചോദിക്കാനില്ല. എനിക്ക് അന്ന് അവിടുത്തെ അനുഭവം വെച്ച് നല്ല അടിപൊളി ആൾക്കാരുമായിട്ടൊക്കെ എപ്പോഴും സംസാരിച്ച് നടക്കലൊക്കെയാണ് ജോലി. ഈ പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ബെന്യാമി സാറിൻ്റെ സുനിലിൻ്റെ സാറിൻ്റെ കൂട്ടുകാരാണ് ബെന്യാമി സാർ. ബെന്യാമി സാർ അവിടെ ജോലി ചെയ്യുന്നത്, US നേവിക്കകത്ത് തന്നെ വേറെ ഒരു കമ്പനി. എന്നുവെച്ചാൽ ഇതെല്ലാം 2-3 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു ഇത് അതിനകത്താണ്. അപ്പോൾ പ്രവാസികളുടെ ഒരു കഥ എഴുതാൻ കാത്ത് നടക്കുമായിരുന്നു. അപ്പോൾ ഞാനന്നേരം സുല്യാർ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളി പിറ്റേന്ന് പോലെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കാര്യം ഞാൻ പറഞ്ഞ്, എന്നാലും ഞാൻ പറയും എന്തിനാ ഇനി ഞാൻ അനുഭവിച്ചാൽ ഞാൻ അനുഭവിച്ചു, ഇനി കഥയൊന്നും എഴുതുന്നില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മാറിയതാണ്. പിന്നെ അന്നേരം എനിക്ക് നമ്മളെ പിന്നെ ആ കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് പറയേണ്ടത് പോലെ മാറിയതാണ്. പിന്നെ സുല്യാട്ടിനെ കൊണ്ട് നിർബന്ധമില്ല, പിന്നെ ഞാനിത് ഓരോ ദിവസം ചിരിച്ച് എൻ്റെ അടുത്ത് വരും, പറയും, പോവും, പിന്നെ പിറ്റേന്ന് വരും, അങ്ങനെ പറയും. അങ്ങനെ കുറച്ച് നാളെടുത്താണ് ഈ കഥ പറഞ്ഞു തീർത്തത്. വായനക്കാരുടെ മനസ്സുകളെ മരുഭൂമി കണക്കെ പൊള്ളിച്ച ബെന്യാമിന്റെ ആടുജീവിതം അഭ്രപാളികളിൽ എത്താൻ മറ്റാരെക്കാളും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരാളുണ്ട്. അത് യഥാർത്ഥ കഥാനായകൻ നജീബ് തന്നെയായിരുന്നു. ആലപ്പുഴ ആറോട്ടുപുഴ പത്തിശ്ശേരിൽ ജംഗ്ഷന് തെക്ക് ഭാഗത്ത് തറയിൽ വീട്ടിൽ ഷുക്കൂർ എന്ന വിളിപ്പേരുള്ള നജീബിന് ഇത് കഥയല്ല, തന്റെ ജീവിതം തന്നെയാണ്. മരുഭൂമിയിൽ താൻ കരഞ്ഞു തീർത്തതും വായനക്കാരെ കരയിച്ചതുമായ ജീവിതത്തിന്റെ ദൃശ്യാവിഷ്കാരം കാണാൻ നജീബും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായിരുന്നു. പിന്നീടാണ് ആ സിനിമ അഭ്രപാളികളിൽ എത്തിയതും. എന്നാൽ അതിനുശേഷം എത്തിയത് നിരവധി വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെയാണ്. നജീബിന്റെ ജീവിതം ഇന്നും സത്യം പറഞ്ഞാൽ വളരെ വലിയ സാമ്പത്തിക സ്ഥിതിയിലൊന്നുമല്ല. സാധാരണക്കാരായ ഒരു കുടുംബം തന്നെയാണ് അദ്ദേഹത്തിൻ്റെത്. തന്റെ കുടുംബം ചെയ്തു പോകുന്ന ജോലികളൊക്കെ തന്നെയാണ് ഇന്ന് ബെന്യാമും നാട്ടിൽ ചെയ്തു പോകുന്നത്. ബെന്യാമിന്റെ ആടുജീവിതം മരുഭൂമിയിലെ നജീബിന്റെ തീക്ഷ്ണമായ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. നായകനായ നജീബ് പിന്നീട് ഒരിക്കലും കടൽ കടക്കില്ലെന്നായിരിക്കും വായനക്കാർ വിശ്വസിക്കുക. എന്നാൽ താങ്ങാനാകാത്ത ജീവിത പ്രയാസങ്ങൾ നജീബിനെ വീണ്ടും മണലാരണ്യങ്ങളുടെ നാട്ടിൽ എത്തിച്ചു എന്നതാണ് കഥയുടെ ബാക്കി പത്രം. പിന്നീട് അവിടെ ജീവിച്ചു തീർത്തത് 2 പതിറ്റാണ്ട് കാലമാണ്. ഒടുവിൽ മരുഭൂമി സമ്മാനിച്ച കനലും കുളിരും മനസ്സിൽ ബാക്കി വെച്ച് നീണ്ട കാലത്തെ പ്രവാസ
പ്രവാസ ജീവിതം മതിയാക്കി നജീബ് നാടണയുകയും ചെയ്തു. ഇപ്പോഴും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നജീബ് നാട്ടിൽ കൂലിപ്പണി ചെയ്യുകയാണ്. തന്റെ ജീവിതം അപ്രപാളികളിൽ എത്തുമ്പോഴെങ്കിലും ദുരിതക്കയത്തിൽ നിന്നും കരകയറാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് നജീബ്. പ്രവാസ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച് സൗദി അറേബ്യയിൽ 2 വർഷത്തിലേറെ കാലം അനുഭവിച്ചു തീർത്ത ആടുജീവിതം മനസ്സിന്റെ വിങ്ങലായി ഇന്നും അവശേഷിക്കുമ്പോൾ, 2ാം ഘട്ടത്തിൽ ബഹ്റൈനിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ട് മനസ്സിന് കുളിരാണ് സമ്മാനിച്ചതെന്നാണ് നജീബ് പറയുന്നത്. അവിടെ വെച്ചാണ് ബെന്യാമിൻ തന്റെ ജീവിതകഥ പകർത്തുന്നത്. കഥയ്ക്ക് ശേഷം ചുട്ടുപൊള്ളുന്ന പ്രവാസ ജീവിതത്തിലേക്ക് എടുത്തെറിയപ്പെട്ട നൂറുകണക്കിന് ഹതഭാഗ്യരുടെ പ്രതീകമായി നജീബ് മാറി. എന്നാൽ ഈ കഥയിലെ പല സാധനങ്ങളും പല കഥകളും തന്റെ യഥാർത്ഥ ജീവിതത്തിൽ നടന്നതല്ല എന്ന വസ്തുത കൂടി നജീബ് തുറന്നു പറയുന്നുണ്ട്. കഥാകാരന്റെ ഭാവനയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.